എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കറുമുറയുള്ള ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉള്ളിവട തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഉള്ളിയും ക്യാരറ്റുമാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ്. ഇനി നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൂട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള നല്ല കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു ക്യാരറ്റ് കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് കറിവേപ്പില, 1/4 കപ്പ് കടലമാവ്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം പൊടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ കൂട്ടിനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഉള്ളിയിൽ നിന്നുള്ള വെള്ളം മതി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. അഥവാ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളമില്ലെന്ന് തോന്നുവാണെങ്കിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഉള്ളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഉള്ളിയിൽ നിന്നിറങ്ങിയ വെള്ളം കൊണ്ട് തന്നെ കൂട്ടിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ചേർക്കാതെ കുഴച്ചെങ്കിൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ വട സോഫ്റ്റ് ആയിട്ട് പോകും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ വെള്ളം ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കണം. 2-3 മിനിറ്റ് കുഴച്ചപ്പോഴാണ് ഈ പരുവത്തിലായിട്ട് കിട്ടിയത്. ഇനി ചൂടായ എണ്ണയിലിട്ടതൊന്ന് വറുത്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കൂട്ട് കുറേശ്ശെയായി കൈകൊണ്ടെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ട, ഒന്ന് ലൂസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എങ്കിൽ മാത്രമേ എണ്ണയൊക്കെ ഇടയ്ക്ക് കയറി എല്ലാ ഭാഗവും ഒരുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ. ഇടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് നല്ല കറുമുറ സൗണ്ട് കേൾക്കാം. അത്രയ്ക്ക് ക്രിസ്പി ആയിട്ടാണ് ഇതുണ്ടാക്കി വരുമ്പോൾ കിട്ടുന്നത്. കോൺഫ്ലവറും അരിപ്പൊടിയും ചേർക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കണും കൂടെ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ പുതിയ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.